ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയു കുഞ്ഞിനെ കാണാതിരുന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഷാരിക്ക് ഭയങ്കര വിഷമമാവുകയാണ്. ഷാരി എന്നിട്ട് പയ്യെ ചെല്ലുവാണ് സരയുൻ്റെ അടുത്ത്. എന്നിട്ട് മോളെ എന്ന് വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സരയു ചാടി എഴുന്നേൽക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മേ മോളെ കിട്ടിയോ, എൻ്റെ കൺമണി മോളെ കിട്ടിയോ എന്ന് ചോദിക്കും കേട്ടോ. ഇത് ചോദിക്കുമ്പോഴേക്കും ഷാരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ പകച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും എന്താ മിണ്ടായിരിക്കുന്നത്, കിട്ടിയില്ലേന്ന് ചോദിച്ചാൽ തള്ളി മാറ്റും കേട്ടോ. ഷാരിനെ തള്ളി എറിഞ്ഞിട്ട് വെള്ളോട്ടിറങ്ങി ഓടുവാണ്. വെള്ളോട്ടിറങ്ങി ഓടുമ്പോഴത്തേക്കും ദീപ അവിടെ കല്ലുമോനും കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുക കേട്ടോ സരയു. അപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കൺമണി മോളല്ലേ അത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുക കേട്ടോ സരയു അപ്പുറത്തോട്ട്. ഓടി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ദീപകയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു മേടിക്കാൻ നോക്കുക. മോളെ കൺമണി മോളെ മാ എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കാൻ നോക്കുക കേട്ടോ. ഈ ഒച്ചയും ബഹളവും കേട്ടോണ്ട് അകത്തുനിന്ന് പെട്ടെന്ന് കിരണും കല്യാണിയും കൂടെ പുറത്തോട്ട് വരിക. അപ്പോൾ ദീപയോട് ചോദിക്കുന്നുണ്ട്, എന്തമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവള് കല്ലുമോൻ അവളുടെ മോളെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ നോക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും മനോഹറും രാഹുലും ഇത് കാണുന്നുണ്ട് അപ്പുറത്തുനിന്ന്. മനോഹർ ആണ്ടേ പ്രശ്നമായെന്ന് പറഞ്ഞ് തലയിൽ കൈ വെച്ച് ഓടിപ്പോവാട്ടോ. തൊട്ട് പറയുക രാഹുലും ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, കിരണും കല്യാണി ഇത് നിൻ്റെ മോളല്ല, ഇത് ഞങ്ങളുടെ മോനാ, കല്ലുമോനാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കേൾക്കുന്നില്ല നമ്മുടെ സരയു പറയുന്നുണ്ട്, എൻ്റെ മോളെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ മോനാന്നോ, ഇതെൻ്റെ മോളാ, ഇങ്ങനെ തരാനല്ലേ പറഞ്ഞേ, വീട് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരയോ കേട്ടോ. അപ്പോഴേക്കും മനോഹർ വന്ന് പിടിച്ചു മാറ്റുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ മോളല്ല, അവരുടെ മോനാ, കല്ലുമോൻ, നോക്കിയേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴും സരയു അപ്പം നമ്മുടെ മോളെന്തേ മനുവേട്ട എന്ന് ചോദിച്ച് പൊട്ടി കരയോ കേട്ടോ. എന്നിട്ട് മനോഹർ ഒരു കണക്കിന് ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോവുക കേട്ടോ സരയുവിനെ അവിടുന്ന്. അങ്ങനെ സരയു പോയി കഴിയുമ്പോഴത്തേക്കും കിരൺ കല്യാണിയോടും ദീപയോടും പറയുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അകത്തോട്ട് പോകും, ഞാൻ എൻ്റെ അമ്മാവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാഹുലിനോട് 1 മിനിറ്റ് സംസാരിക്കുകയാണ് കേട്ടോ കിരൺ ചോദിക്കുന്നുണ്ട്, നിങ്ങളായിരിക്കുമല്ലേ കുഞ്ഞിനെ ഇവിടുന്ന് കടത്തിയത്, നിങ്ങളല്ലാതെ വേറെ ആരും അത് ചെയ്യത്തില്ല, നിങ്ങളും നിങ്ങളുടെ ഭാര്യയെ അറിഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഇപ്പോൾ പോയവൻ അറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല, ചിലപ്പോൾ അവനും സമ്മതിച്ച് കാണും എന്ന് പറയും കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും അതെൻ്റെ കൊച്ചുമോളല്ലേ ഇടൂ, തൻ്റെ മോളുടെ മോള് തന്നെയല്ലേ അത്, തൻ്റെ മോൾ ഈ പോക്കാണെങ്കിൽ വല്ല ഭ്രാന്തിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്, അതിനു മുമ്പേലും ആ കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ നോക്ക് എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുൽ ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുവാണ്. രാഹുലൊന്നും മിണ്ടുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പോഴും കിരൺ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഈ നിപ്പും ഭാവവും കാണുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ അറിയാത്ത ആളൊന്നും അല്ലല്ലോ, എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന അത്രയും വേറെ ആർക്കും അറിയത്തുമില്ല, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആക്ട് ചെയ്ത് ബുദ്ധിമുട്ടണ്ട, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കൊച്ചുമോളല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഹുൽ ദേഷ്യം വന്നിട്ട് പറയാണ്, എൻ്റെ മോളുടെ മോള് മാത്രമല്ലോ, ആ പോയ ക്രിമിനലിൻ്റെയും കൂടെ മോളല്ലേ അത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, എന്താ തൻ്റെ മോള് ഒരു ക്രിമിനൽ മൈൻഡുള്ള പെണ്ണല്ലേ, അല്ല തൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അപ്പോൾ പിന്നെ തൻ്റെ മോക്ക് അതല്ലേ കിട്ടുള്ളൂ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടിട്ട് രാഹുൽ പറയാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞേ ആ കുഞ്ഞ് വേണ്ടാന്നുള്ളത്, ഇപ്പം നീ പറഞ്ഞല്ലോ എനിക്ക് ക്രിമിനൽ മൈൻഡാണ്, അതുകൊണ്ട് എൻ്റെ മോക്കത് കിട്ടിയെന്ന്, അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നാളെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇവൻ്റെ ക്രിമിനൽ മൈൻഡ് അതിന് കിട്ടില്ല എന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിരൺ പറയുന്നുണ്ട്, താനും തൻ്റെ ഭാര്യയും ഒന്നും അതിനെ കൊച്ചിനെ നോക്കാതിരുത്താൽ മതി, ആ കൊച്ച് തന്നെ വളർന്നു കഴിഞ്ഞാൽ അതിനൊരു ക്രിമിനൽ മൈൻഡും ഉണ്ടാവുകയില്ല, നിങ്ങളുടെയൊക്കെ ശീലം കണ്ട് അങ്ങനെ ആയെങ്കിലേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. ഇതൊന്നും കേട്ടിട്ട് രാഹുലിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. രാഹുൽ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവുക കേട്ടോ. അത് കഴിഞ്ഞ് കിരൺ കല്യാണിയോട് വന്ന് രാഹുലിൻ്റെ സംസാരത്തിൽ ഇതെല്ലാം കേട്ടുകയും പറയുന്നുണ്ട്, എനിക്ക് അയാൾ തന്നെ ചെയ്തതെന്ന് 100% ഉറപ്പാണ്, ആ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, അത് കുഞ്ഞ് നമ്മുടെ ഒരു തുറുപ്പ് ചീട്ടാണ്, സരയുവിന് ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ആ കുഞ്ഞിനെ വെച്ചാണ് നമുക്ക് മുൻനിർത്തി പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, അത് മാത്രമല്ല ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് നമുക്ക് താരയാൻ്റിയെ ഏൽപ്പിക്കണം, താരയാൻ്റി അതിനെ നോക്കിക്കോളും, നമുക്കും നമ്മുടെ കല്ലുമോൻ്റെ അനീത്തിയായിട്ട് അത് ഇവിടെയൊക്കെ അങ്ങ് വളർന്നു പൊക്കോളും എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും കല്യാണി പറയാം, അതെന്തായാലും ഒരു നല്ല കാര്യമാണ്, താരയാൻ്റിക്ക് ഒരുപാട് സന്തോഷമാവും, താരയാൻ്റി അച്ഛൻ്റെ അടുത്തോ നമ്മുടെ അമ്മയുടെ അടുത്തോ നിൽക്കുമ്പോഴത്തേക്കും കുഞ്ഞിനെ അവിടെ കൊണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തുമില്ല, ആൻറ്റിക്ക് സന്തോഷമാവുമെന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഇവർ രണ്ടും കൂടെ പോലീസിനെ കാണാൻ വേണ്ടി പോവാണ്. SIനെ കണ്ടിട്ട് ചോദിക്കുവാണ്, രാഹുൽ റിട്ടേൺ കംപ്ലയിൻറ്റ് എന്തെങ്കിലും തന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട്, റിട്ടേൺ കംപ്ലയിൻ്റ് ഒന്നും തന്നില്ല, വാക്കുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞങ്ങളെന്തായാലും എന്നും നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഏകദേശം സാറിൻ്റെ അച്ഛൻ പറഞ്ഞ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവർ തന്നെ ഒഴിവാക്കാനാണ് ചാൻസ്, എങ്കിലും മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പറയാം എന്ന് പറയും കേട്ടോ. അത് കേട്ടിട്ട് കിരണും കല്യാണി അവിടുന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ വന്ന് ഷാരിയുടെ അടുത്തിരുന്നിട്ട് പറയുകയാണ്,
ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും മോളെ പറ്റിയുള്ളതൊക്കെ അവളങ്ങ് മറക്കും. അങ്ങനെ മറക്കുവാനൊന്നും ഒരു സാധ്യതയില്ല. മോൾക്ക് വല്ലോ വട്ടായി പോകുമെന്നാണ് എൻ്റെ പേടിയെന്ന് ഇങ്ങനെ ശാരി പറയുമ്പോഴത്തേക്കും രാഹുൽ പറയാണ് അത് നല്ലൊരു ഡോക്ടറെ കാണിച്ച് കൗൺസിൽ ചെയ്താൽ അങ്ങ് മാറും. അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ച് ആ ഡോക്ടറിനെ കൊണ്ട് തന്നെ മനോഹർ ഒരു ഫ്രോഡാണെന്ന് നമുക്ക് പറയിക്കണം. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അവൾക്കൊരു കല്യാണവും നടത്തി കൊടുക്കണം. അത് കിരണായി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശാരി പറയാം നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ആൾക്കാരെ പിരിക്കുന്ന ഐഡിയ മാത്രമേ ഉള്ളൂ, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നിങ്ങളങ്ങനെ പിരിച്ചപ്പോൾ എല്ലാം തന്നെ നമ്മുടെ കുടുംബത്തിൽ പിരിയാറായി. നിങ്ങളുടെ മോള് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്ക്, അവസാനം അവൾ ആത്മഹത്യ ചെയ്തിരുന്നാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും രാഹുൽ ചോദിക്കുക എന്തിനാ നീ നിങ്ങളുടെ മോളെന്ന് പറയുന്നത്, അവൾ നമ്മുടെ മോളല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശാരി പറയുന്നുണ്ട് നമ്മുടെ മോള് അവളെൻ്റെ മോള് തന്നെയാണ്, പക്ഷേ താരയുടെ രക്തമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. ഇനി നിങ്ങളതിനെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. പിന്നെ നിങ്ങൾ കിരൺ എന്ന് പറഞ്ഞ് വെറുതെ സ്വപ്നം കാണണ്ട. അവൻ്റെ ചങ്കിൽ കല്യാണി നിങ്ങളെപ്പോലെയല്ല എല്ലാ ആണുങ്ങളും. അവനെ ഒരിക്കലും മോക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മുടെ മോക്ക്. പിന്നെ ആകെ കൂടെ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആത്മഹത്യയിലൊന്നും പെടാതെ ഈ മനോഹറിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശാരി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാം കേട്ടോ. അത് കഴിഞ്ഞ് കിരണും കല്യാണിയും കൂടെ ഒരു തട്ടുകടയുടെ അവിടെ വരുവാണ്. അവരിങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു നാടോടി അതിൽ വന്നിട്ട് പറയുകയാണ് ഇച്ചിരി പാല് വേണമെന്ന് പറയുമ്പോഴേക്കും കടക്കാരൻ ചോദിക്കുന്നുണ്ട് കാശുണ്ടോ കയ്യിൽ എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് ഉണ്ട്, എൻ്റെ മോളുടെ കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറയുമ്പോഴേക്കും അയാൾ പാലൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കാശൊക്കെ മേടിക്കുന്നുണ്ട്. ഇതൊക്കെ കിരണും കല്യാണി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അയാളങ്ങ് പോയി കഴിയുമ്പോഴേക്കും കടക്കാരൻ പറയുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് വന്നാണോ, ഇത്രയും നാളും മോളൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ അതേ മോളുമായി കൊച്ചുമായി എന്ന് പറയും കേട്ടോ. ഇത് കേട്ട് കിരണും കല്യാണി ചോദിക്കുകയാണ് അവരെവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവരിവിടെ നാടോടികളാണ്, അടുത്തുള്ള ജംഗ്ഷനിലാണ് താമസം. 3 മാസം ഇവിടെ, പിന്നെ 3 മാസം വേറൊരു സ്ഥലത്ത്, പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകും. ഇത്രയും നാൾ കയ്യിൽ 10 പൈസ ഇല്ലായിരുന്നു, ഇപ്പോൾ കൊച്ചുമായി പാലുമായി എന്തൊക്കെ കണ്ടാലാ എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കിരണും കല്യാണിക്ക് സംശയം തോന്നിയിട്ട് അവർ പെട്ടെന്ന് അയാളുടെ പുറകെ പോവുകയാണ് കേട്ടോ. വണ്ടി കയറി കഴിയുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും ആ നാടോടി അയാളുടെ ഭാര്യയുടെ കയ്യിൽ കൊണ്ട് പാൽ കൊടുത്തിട്ട് പറയാം കുഞ്ഞ് നല്ല ഉറക്കമാണ്, ഇന്ന് രാത്രി തന്നെ കള്ളവണ്ടി കയറണം, ഞാൻ നിന്നെ ഒരു സ്റ്റോപ്പിൽ കൊണ്ട് വിടാം, അവിടെ നിന്ന് നീ വണ്ടിക്കകത്ത് കയറിക്കോ, ഞാൻ വന്ന് പയ്യെ കൂടെ കയറിക്കോളാം എന്ന് പറയുമ്പോഴേക്കും കിരണും കല്യാണി അവർക്ക് നേരെ ഓപ്പോസിറ്റ് കൊണ്ടേ വണ്ടി നിർത്തുക കേട്ടോ, ഹെഡ്ലൈറ്റൊക്കെ ഓണാക്കിയിട്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇവരൊന്ന് പകച്ചു പോകുന്നുണ്ട്. കിരണും കല്യാണിയും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരോട് ചോദിക്കുകയാണ് ഇതാറ് കുഞ്ഞാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതെൻ്റെ മോളുടെ കുഞ്ഞാ സാറേ എന്ന് പറയും കേട്ടോ. മോളെന്തിയോടോ എന്ന് ചോദിക്കുമ്പോഴേക്കും മോളിവിടെ ഇല്ലയെന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ് അപ്പോൾ ഇത്തിരി ഇല്ലാത്ത പൊടിക്കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ തന്നെയാണോ കറങ്ങുന്നത്, കുഞ്ഞിനെ ഒന്ന് കാണട്ടെ എന്ന് പറയും കേട്ടോ. ഇവരാദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും കിരണും കല്യാണിയോടെ പിടിച്ചു മേടിക്കുവാണ്. കല്യാണി കുഞ്ഞിനെ കയ്യിലെടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ആണ്ടേ ഇത് നമ്മുടെ കല്ലുമോള എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നാടോടികൾ പരസ്പരം നോക്കുവാണ്. ഭർത്താവ് എന്നിട്ട് ഭാര്യയോട് പറയുന്നുണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞ് അവരങ്ങ് ഓടിപ്പോവുക കേട്ടോ. കുഞ്ഞിനെ കിട്ടി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് അവർ കുഞ്ഞിനെ എടുത്ത് പയ്യെ വീട്ടിലോട്ട് പോവുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ ഇങ്ങനെ മുറിയിലിരുന്ന് ഓരോരോ സ്വപ്നങ്ങൾ ലക്ഷ്മിയെപ്പറ്റി കാണുക കേട്ടോ. ലക്ഷ്മിയുടെ കൂടെ കറങ്ങുന്നതും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവിടെ ഭയങ്കര സന്തോഷിച്ചിരിക്കുവാണ്. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന പ്രകാശനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്